നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. മുൻ കണ്ണൂർ ADM ആയിരുന്നല്ലോ നവീൻ ബാബു. അദ്ദേഹത്തിന്റെ മരണത്തിൽ, കാരണം 2024 ആ മരണം, കുറ്റപരമായ മരണം സംഭവിച്ചത്. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും അത് ആത്മഹത്യയുടെ പിന്നിലേക്ക് ആ ഒരു തിരക്കഥയും മെനഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം, പാർട്ടി കൈവിട്ടെങ്കിലും കുടുംബം വളരെ ശക്തമായിട്ട് ഇതിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബം ശക്തമായി ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് അവിടുത്തെ വ്യത്യാസം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ ഉണ്ടായ അവരുടെ ആ ബോഡി ലാംഗ്വേജും, കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെ ചെന്ന് കണ്ടപ്പോൾ അവർക്ക് ലഭിച്ച ആ ഒരു പരിഗണന, സ്വീകരണം നമ്മളൊക്കെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് ഞാൻ നോക്കിക്കൊള്ളാം, അല്ലാതെ നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്നല്ല, ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്നായിരുന്നു സതീഷിന്റെ മറുപടി. കുട്ടികളോട് എന്തൊക്കെ ചെയ്യുന്നു, അപ്പോൾ മൂത്ത കുട്ടി ഇയാൾക്കാണല്ലോ ജോലി കിട്ടാൻ പോകുന്നത്, നവീൻ ബാബുവിന്റെ ജോലി മൂത്ത കുട്ടിക്കാണ്, നമുക്ക് ഏത് വകുപ്പാണ് എന്നൊക്കെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആ കുട്ടികളെ അടക്കം ആശ്വസിപ്പിച്ചിട്ടാണ് വിടുന്നത്. തൊട്ട് പിന്നാലെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് CBIക്ക് വിടാൻ അന്വേഷണം. കാരണം പോലീസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ പോലീസിൽ കുറ്റപത്രം കൊടുത്തു. ആ PP ദിവ്യ മാത്രമാണ് പ്രതി. പ്രശാന്തൻ എവിടെ? ഇപ്പൊ PP ദിവ്യയാണോ? അപ്പം PP ദിവ്യയെ സഹായിച്ചത് ഇത് ഈ നവീൻ ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണക്കാർ ഇവർക്കെതിരെ ഒന്നും യാതൊരു ഇതുമില്ല. അങ്ങനെ 13 പിഴവുകളാണ് ആ കുടുംബം വന്ന് തലശ്ശേരി കോടതിയിൽ കാണിച്ചത് ഈ കുറ്റപത്രത്തില്. അപ്പോഴാണ് കോടതി ഉത്തരവിട്ടത്. ഭാഗികമായി ഹർജി അംഗീകരിക്കുന്നു, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണം, അങ്ങനെ വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ രത്നകുമാറിനെതിരെ കുടുംബം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ CPMന് താല്പര്യം അത് ഒരു ആത്മഹത്യയാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു, അത് മാനസിക സംഘർഷങ്ങൾ കൊണ്ടാകാം, അല്ല PP ദിവ്യമല്ല കാരണം എന്നുള്ള നിലപാടിലേക്ക് പോകുന്നു. ശരിക്കും ഈ കേസ് ശരിക്കും എങ്ങോട്ട് പോകും? അതാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുള്ളൊരു കേസാണ് ഈ കേസ്. നമുക്കറിയാം, നവീൻ ബാബു മരിച്ച സെക്കൻഡിൽ തന്നെ, മരിച്ചു എന്നറിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു, ഒരു ABC മലയാളത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നത് ഇതൊരു കൊലപാതകമാണെന്ന്. അതിനുള്ള കാരണം വളരെ ധൃതി പിടിച്ചുള്ള CPMൻ്റെ നീക്കങ്ങളായിരുന്നു. അതായത് നവീൻ ബാബു മരിച്ചു എന്ന കേട്ട മാത്രയിൽ തന്നെ അത് ആത്മഹത്യ എന്ന് ചിത്രീകരിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. സാഹചര്യ തെളിവുകൾ നോക്കിയാൽ ഒരു കാലത്തും അത് ആത്മഹത്യയല്ല എന്ന് ബോധ്യമാകുന്ന തരത്തിലുള്ള തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. കാരണം നവീൻ ബാബു മരിച്ചു കിടന്നത് കതക് തുറന്നു കിടക്കുന്ന വീട്ടിലാണ്, കഥ അടച്ചിട്ടിട്ടല്ല മരിച്ചത്. നവീൻ ബാബുവിനെ അതിനു മുമ്പ് കണ്ടവരുണ്ട്, ആരോ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്, ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. അതുകൂടാതെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഉടൻ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തി നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരും. വീട്ടുകാരെത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായി. അന്ന് പത്തനംതിട്ടയിലെ ജില്ലാ ഘടകം, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡറാന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പത്തനംതിട്ടയിലെ ജില്ലാ ഘടകം ഇവരോടൊപ്പം നിൽക്കുന്നുവെന്ന് കാണിച്ച് ഇവരെ അത് ഡെഡ് ബോഡി അടക്കി പ്രശ്നങ്ങളൊന്ന് അവസാനിക്കും വരെ അവരുടെ കൂടെയാണ് എന്ന് വരുത്തി. എന്നാൽ CPMൻ്റെ ഉന്നത നേതൃത്വങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോയൊരു നിലപാടായിരുന്നു നമുക്ക് അതിലുടനീളം കണ്ടത്. ഒരുപക്ഷെ തിരക്കഥയായിരുന്നു. കൃത്യമായ പാർട്ടി പ്രവർത്തകരായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒരിക്കലും ആ ഡെഡ് ബോഡി അടക്കുകയോ, അത് വളരെ മതാചാരപ്രകാരം എവിടെയെങ്കിലും CPMൻ്റെ ഏതെങ്കിലും പ്രവർത്തകർ ഏതെങ്കിലും ആൾക്കാരെ മതാചാരപ്രകാരം അടക്കാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിന്ദു ആചാരപ്രകാരം ആ കുട്ടികളെ അടക്കമുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ എല്ലാം അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള അന്നേരത്തെ പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ട് ആ ഡെഡ് ബോഡി കത്തിച്ച് കളയാനാണ് ശ്രമിച്ചത്. സാധാരണഗതിയിൽ CPM എല്ലായിടത്തും ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ MM ലോറൻസിൻ്റെ മൃതദേഹവും വെച്ച് എന്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നം, അതായത് എല്ലാ മതാചാര ചടങ്ങുകളോടും കൂടി ആ പെൺകുട്ടികളെ ഈ അച്ഛനെ ദഹിപ്പിക്കാൻ സമ്മതിക്കുകയും, കാരണം തെളിവ് എന്നേക്കുമായി നശിച്ചു പോവുകയാണ്. അതാണ് തുടക്കത്തിലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു, നശിപ്പിച്ചതാണ്. ഒരു കാരണവശാലും അത് സീൽ ചെയ്യാനും ഒന്നും ഇവരുടെ വീട്ടുകാരെത്തും വരെ അത് സീൽ ചെയ്യുക ആരുമില്ല. അത് വീട്ടുകാരെ ബന്ധുക്കൾ. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ഒരു സംഭവം ഉണ്ടായി, ശരിയാണ്, താമസിക്കും വരെ ഡെഡ് ബോഡി ഇടാൻ പറ്റില്ല. പക്ഷേ കണ്ണൂർ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, ആരെങ്കിലും ഒരാൾക്ക് അവിടെ ചെന്ന് നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ അവർ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് ഡെഡ് ബോഡി കൊണ്ടുവരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടത്തിയത് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെയാണ്. അതുമാത്രമല്ല, പത്തനംതിട്ടയിലെ CPM വളരെ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്നപ്പോൾ അവർ വിചാരിച്ചത് തീർച്ചയായും ഇതിൽ നീതി കിട്ടും. ഇതൊരു ചെറിയ പ്രശ്നം, അത് പറ്റിക്കുകയായിരുന്നു. സത്യത്തിൽ അന്ന് പറ്റിക്കുകയായിരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുടുംബത്തെ പറ്റിക്കുകയായിരുന്നു എന്ന്. അതിൽ ഉദാഹരണം വേറെ വേണ്ടതില്ല. കാരണം അതൊരു പാർട്ടി കുടുംബമാണെന്ന് പലതവണ പറയുന്നത്, പാർട്ടി കുടുംബമാണെന്ന് പലതവണ പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു മുഷ്കു വെച്ച് പാർട്ടി കുടുംബത്തിനുള്ള ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു വക അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിന്റെ വകയിട്ട് നിങ്ങൾ ഇനി ഇതിൽ ശബ്ദിക്കരുത് എന്ന് പറഞ്ഞാൽ പാർട്ടി കുടുംബം മിണ്ടാതിരിക്കുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അവർക്ക് നിയമപരമായി മാത്രമേ നീങ്ങാൻ കഴിയുള്ളൂ. കാരണം അവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളം അവർ CPMന്റെ സർക്കാരാണ്. CPMന് അറിയാമല്ലോ, അവർക്ക് അത്തരത്തിലുള്ള യാതൊരു മര്യാദയും ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ദാക്ഷിണ്യമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമുക്കറിയാമല്ലോ, TPയുടെ കാര്യത്തിൽ തന്നെ അറിയാം. TPയും TPയുടെ ഭാര്യയും ഒരേ സമയം പ്രവർത്തകരായിരിക്കുമ്പോൾ, TPയുടെ ഭാര്യ SFIയുടെ പഴയ നേതാവൊക്കെ ആയിരുന്നു, SFIയുടെ DYFIയുടെ ഒക്കെ. ആ കാലഘട്ടത്തിൽ ഒരു പരിഗണനയും കൂടാതെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ, വെട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ, 51 വെട്ടി ഒരാളോട് കാണിക്കാവുന്ന ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തിയെന്ന് പറയുമ്പോൾ എന്തും കാണിക്കുമെന്ന ബോധ്യം ഒരുപക്ഷെ നവീൻ ബാബുവിനും കുടുംബത്തിനും ഉണ്ടാവാം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവാം അവർ ആ സമയത്ത് വലിയ പ്രതിരോധമൊന്നും ഉയർത്തിയില്ല. പക്ഷെ അവർ നിയമപരമായി സാധ്യമായ എല്ലാ വഴികളും കഴിഞ്ഞ് കുറേ നാളുകളായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി അത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യമെന്നറിയാനുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു. അവിടെയാണ് ഇപ്പോൾ PP ദിവ്യ മാത്രം അതിൽ പ്രതിയാവുന്നു. PP ദിവ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, PP ദിവ്യ അന്ന് നമ്മൾ കേട്ട കാര്യം പ്രശാന്തിൻ്റെ പമ്പും ബിനാമി ഇടപാടുകളും സംബന്ധിച്ചാണ്. അത്തരത്തിലുള്ള പ്രശാന്തിൻ്റെ ബിനാമി ഇടപാടുകളോ, പ്രശാന്തൻ എങ്ങനെ ഒരു പമ്പുണ്ടാക്കാനുള്ള കാശ് കിട്ടിയെന്നോ, അത്തരത്തിലുള്ള ഒന്നിനെക്കുറിച്ചും യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, CPMന്റെ കാലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ CPMന് താല്പര്യമുള്ള കൊലപാതകങ്ങളോ നീതി കിട്ടണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സർക്കാർ വരണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ സാധാരണഗതിയിൽ യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയിൽ ഉണ്ടാവേണ്ടത് നീതി കിട്ടണം എന്നുള്ളതാണ് ജനങ്ങൾക്കെല്ലാം. പക്ഷെ അത്തരത്തിലുള്ള നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇപ്പോൾ അവരുടെ CPMന്റെ ഒരു കുടുംബാംഗമാണ് ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊടുക്കുകയും ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ ഡെഡ് ബോഡി പോലും ഇനി ഒരു തെളിവിന് പ്രസക്തിയില്ലാത്ത രീതിയിൽ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇനി ആകെ ഈ കേസ് തെളിയിക്കാൻ ഉള്ള ഏക മാർഗം ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകളല്ലാതെ മറ്റ് തെളിവുകളൊന്നും തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നമുക്കറിയാലോ, പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. അപ്പോൾ കരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇൻഡിക്കേഷൻസും ഇതിലുണ്ടാവില്ല. അതെല്ലാം തിരുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ആകെ ഇനി ഈ കേസ് തെളിയിക്കാൻ CBIയുടെ മുന്നിലുള്ള ഏക മാർഗം ഡിജിറ്റൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകൾ വെച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ലിങ്കുകൾ അനുസരിച്ച് ഈ കേസ് തെളിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം ഏത് കേസും ആദ്യഘട്ടത്തിൽ CBIക്ക് കിട്ടി. നമ്മൾ CBI ചിലപ്പോൾ കുറ്റം പറയാണ്ട് ചില കേസുകൾ തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രാഥമിക വിവര റിപ്പോർട്ടുകൾ, FIR അടക്കമുള്ളവ ആ സമയത്തുണ്ടാകുന്ന ബാക്കിയുള്ള തെളിവുകളുമാണ്. ആ സാഹചര്യ തെളിവുകളൊക്കെ നശിപ്പിച്ച ശേഷം പിന്നീട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. നല്ലൊരു ക്രിമിനലാണ് നശിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പിടികിട്ടുക പോലും ഇല്ല എന്താണ് സംഭവിക്കാറ്. അപ്പോൾ അതിന് CBI എന്ന് പറയുന്നത് ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നുമില്ല, അവർ വേറെ തന്നെ ഒരു ഏജൻസിയാണ്. ഈ CBIയുടെ കയ്യിൽ ഏത് കേസായാലും ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്, ഈ മിക്കവാറും 1 വർഷം അല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞിട്ടാകും CBI അന്വേഷിക്കും. കാരണം സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് അടക്കം എല്ലാവരും അന്വേഷിച്ച് പരാജയപ്പെടുമ്പോഴാണ് നീതി. അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും പണ്ടൊക്കെ അവർക്ക് സ്വമേധയാ കേസെടുക്കാം. ഇപ്പോൾ CBIക്ക് അങ്ങനെ സാധിക്കുന്നില്ല. CBIക്ക് കേസെടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, ഒന്നിൽ കോടതി പറയണം അല്ലെങ്കിൽ സർക്കാർ ശുപാർശ ചെയ്യണം. അങ്ങനെ ആക്കിയതോടുകൂടി പല കേസുകളിലും CBI അന്വേഷണം എന്നത് കീറാമുട്ടിയായി തന്നെ നിലനിൽക്കുകയാണ്. SP പ്രദീപിന്റെ മരണമടക്കം നടന്ന സമയത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അതും നടന്നിട്ടില്ല. അതും കോടതിയിൽ പോയി, കോടതിയിൽ ഇപ്പോഴും അതിന് വിധിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കോടതിയിലും ഒരു ലാഗ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം കൂടി നടത്തണം. അതിന് ആകെയുള്ള തെളിവുകൾ ഇനി ഡിജിറ്റൽ തെളിവുകളാണ്. ആ ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് നമുക്കറിയാമല്ലോ, അരുൺ T. വിജയൻ അടക്കമുള്ളവരുടെ ഇതിലെ ഇടപെടലുകൾ വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. പക്ഷെ അതൊന്നും അന്ന് അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടായിരുന്നില്ല. CPMനെ രക്ഷിക്കാനുള്ളവരെയെല്ലാം രക്ഷിക്കുകയും ഇപ്പോൾ PP ദിവ്യ പ്രതിയാക്കിയിട്ടുണ്ടെങ്കിലും വളരെ രക്ഷപ്പെടാവുന്ന വകുപ്പുകൾ ചേർത്ത് ഫോൺ കോൾ
ലിസ്റ്റ് പോലും പോലീസ് കോടതി ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് അവരെ രക്ഷിക്കാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും നവീൻ ബാബുവിൻ്റെ സഹോദരനും ഒക്കെയാണ് ഇപ്പോഴും നേരം വെളുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇതുവരെ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് കണ്ടില്ല. അവർക്ക് കേസിൽ ആരാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവരുടെ വിചാരം ഈ ദിവ്യയുടെ കൂട്ടത്തിലുള്ളവർ മാത്രമാണ് എന്നാണ്. എന്നാൽ അതല്ല, അതിന് പിന്നിൽ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് മാഫിയകളൊക്കെ CPM-മായി നേരിട്ട് ബന്ധമുള്ളതാണ്. ആ ബന്ധത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് കണ്ണൂരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഒരു PP ദിവ്യ മാത്രം ഉൾപ്പെട്ട ഒരു കേസാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിലാണ് സംഭവിച്ചത്. അപ്പൊ VD സതീശൻ സർക്കാരിന് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് പുതിയ സർക്കാരാണ്, പുതിയ പോലീസ് സംവിധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പോലീസിനെ വെച്ച്, ഞങ്ങളെ സർക്കാരിനെ വിശ്വസിക്കുന്ന പോലീസിനെ വെച്ച് വേണമെങ്കിൽ അന്വേഷിപ്പിക്കാം. പക്ഷേ ആ കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോൾ CBI അന്വേഷണമാണ്. അപ്പോൾ പിന്നെ വേറെ ഒരു ഓപ്ഷനും പോകുന്നില്ല, നേരെ അടുത്ത വിജ്ഞാപനം. അതെ, CBI അന്വേഷണം എന്ന വിജ്ഞാപനം വന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാവും. ഇപ്പൊ പല കേസുകളും അങ്ങനെയാണല്ലോ. രക്ഷാപ്രവർത്തനം നടത്തിയ കേസിൽ കണ്ടില്ലേ, ആ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഗൺമാൻമാർ അതെ വധശ്രമമായി എന്നുള്ളതാണ്. വധശ്രമമായി. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന CPM-ന്റെ കാലത്ത് CPM-ന് താല്പര്യമുള്ള കേസുകളിലൊന്നും ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന അവസ്ഥയാണ്. അതെ, എത്ര വർഷമായിട്ട് അവരുടെ തന്നെ ആളാണ്, കൂടെ ഉണ്ടായിരുന്ന ആളാണ് അഭിമന്യു. അവന്റെ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും കാതിൽ മുഴുവൻ. മാത്രമല്ല CPM, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ ഈ ലാസ്റ്റ് ഉണ്ടായ ED ആക്രമിച്ച കേസ് വരെ CPM കുറച്ച് പേരെ പ്രതിയാക്കാൻ വെച്ചിട്ടുണ്ട്. അവരെ മാത്രമാണ് പ്രതിപട്ടികയിൽ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ കൃത്യമായ അതിൽ അന്വേഷണമോ കൃത്യമായ ആരെയാണ് ഇപ്പോൾ നിവൃത്തിയില്ലാതെ വന്ന് 2-3 വീഡിയോകളിലൂടെയാണ് IP ബിനു ഒക്കെ പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഒരിക്കലും IP ബിനു ഒന്നും പിടിക്കപ്പെടില്ല. കാരണം CPM-ന്റെ പ്രഖ്യാപിത CPM അത് വളരെ കൃത്യമായി തന്നെ അതിലൊരു വലിയ പ്രതിസന്ധിയുള്ളത്. സത്യത്തിൽ അത് നന്നായി കേസ് നടത്തിയാൽ അതിൽ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടും. പാർട്ടി പറഞ്ഞത് നടപ്പാക്കിയെന്ന് IP ബിനു എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഉത്തരവാദിത്വത്തോടെ നടപ്പാക്കിയത് അത് പാർട്ടി ഏൽപ്പിച്ചതാണ് എന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM-ന് ഇഷ്ടമുള്ളവരെയും താല്പര്യമുള്ളവരെയും ഒക്കെ അവർ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം ആയിരുന്നില്ല, കൊലയാളികൾക്കൊപ്പം തന്നെയായിരുന്നു CPM എന്ന് നിലയുറപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം CBI അന്വേഷണം വന്ന് സത്യം തെളിയട്ടെ എന്നുള്ളതാണ്. ഒരു 2 പെൺകുട്ടികളുടെയും അമ്മയുടെയും കണ്ണുനീരിന് ശമനമുണ്ടാകട്ടെ, നീതി കിട്ടി എന്ന ആശ്വാസമെങ്കിലും അവർക്കുണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്.